ക്വിസ് ആൻഡ് ഫാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ 19-ാം തീയതി വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉണ്ടാവുന്നത് പോലെ തന്നെ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം ശരിയായ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ചോദ്യവും ഉത്തരവും വെറുതെ പറഞ്ഞു പോകുന്നതല്ല, അതോടൊപ്പം ധാരാളം അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കും പേനയും എടുത്ത് ഈ ഒരു ക്ലാസ് കേൾക്കാനിരിക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. PN പണിക്കർ സ്ഥാപിച്ച പ്രസിദ്ധമായ സംഘടന ഏതാണ്? ഉത്തരം കേരള ഗ്രന്ഥശാല സംഘം. അതായത് PN പണിക്കർ സ്ഥാപിച്ച പ്രസിദ്ധമായ സംഘടനയാണ് കേരള ഗ്രന്ഥശാല സംഘം. ഇത് നേരെ തിരിച്ചും ചോദിക്കാം. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതാര്? ഉത്തരം PN പണിക്കരാണ്. ഇതോടനുബന്ധിച്ച് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറഞ്ഞു തരാം. 1945 അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്ന പേരിലാണ് ഇദ്ദേഹം ഇത് ആരംഭിക്കുന്നത്. പിന്നീടാണ് ഇതിന്റെ പേര് കേരള ഗ്രന്ഥശാല സംഘം എന്നായി മാറിയത്. അപ്പോൾ ഇതുകൂടി ഓർത്തിരിക്കുക. സ്ഥാപിതമായത് 1945 അന്ന് ഇതിന്റെ പേര് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്നായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രത്തിന്റെ പേര് രാജ്യസമാചാരം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ 1847, വർഷം മറക്കരുത്, 1847 ആരുടെ നേതൃത്വത്തിലാണ്? ഹെർമൻ ഗുണ്ടർട്ട്. ജൂണിൽ ഇല്ലിക്കുന്ന്, അതായത് തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നാണ് ഈ പത്രം ആദ്യമായി പുറത്തിറക്കിയത്. അതായത് ഓർത്തിരിക്കുക, മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ 1847 ജൂണിൽ തലശ്ശേരിയിലാണ് ഈ പത്രം ആദ്യമായി എന്ത് സംഭവിക്കുന്നത്? പുറത്തിറക്കുന്നത്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? ഉത്തരം രാമചന്ദ്രവിലാസം. രാമചന്ദ്രവിലാസം ആണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം എന്നറിയപ്പെടുന്നത്. അഴകത്ത് പത്മനാഭൻ കുറുപ്പാണ് ഈ മഹാകാവ്യം രചിച്ചിരിക്കുന്നത്. ആരാണ്? അഴകത്ത് പത്മനാഭക്കുറുപ്പ്. ആരുടെ കഥയാണ് ഇതിൽ പറഞ്ഞത് എന്ന് കൂടി ഓർത്തിരിക്കുക. ശ്രീരാമന്റെ കഥയാണ് രാമചന്ദ്രവിലാസം എന്ന മഹാകാവ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം രചിച്ചിരിക്കുന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. നാലാമത്തെ ചോദ്യം, കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം AR രാജവർമ്മ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജവർമ്മയാണ്. AR രാജവർമ്മ അറിയപ്പെടുന്ന പേരെന്താണ്? കേരള പാണിനി. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്? അതായത് മലയാള വ്യാകരണവും ലക്ഷണശാസ്ത്രവും ക്രോഡീകരിച്ച് കേരള പാണിനീയം എന്ന ഗ്രന്ഥം രചിച്ചത് കൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം രചിച്ച കൃതിയുടെ പേരെന്താണ്? കേരള പാണിനീയം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കേരള പാണിനി എന്ന് പിന്നീട് വിശേഷിപ്പിച്ച് തുടങ്ങിയത്. ആരാണ് നമ്മുടെ വ്യക്തി? AR രാജവർമ്മ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നറിയപ്പെടുന്ന തോട്ടിപ്പണിക്കാരുടെ ജീവിതം പശ്ചാത്തലമാക്കി നോവൽ എഴുതിയ എഴുത്തുകാരൻ ആരാണ്? ആധുനിക കവിത്രയത്തെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ S പരമേശ്വർ അയ്യർ. ഇവരൊക്കെയാണ് മലയാളത്തിലെ കവിത്രയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മലയാള കവിതയെ ആധുനികതയിലേക്ക് നയിച്ച 3 മഹത് വ്യക്തികളാണിവർ. അതുകൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്? മലയാളത്തിലെ കവിത്രയങ്ങൾ. ആധുനിക കവിത്രയത്തെ പറ്റിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ചോദ്യം നമ്പർ 6, മലയാളത്തിലെ കവിത്രയങ്ങൾ, അതായത് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? മലയാളത്തിലെ കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് ആരൊക്കെ?
ഉത്തരം തകഴി ശിവശങ്കര പിള്ളയാണ്. അദ്ദേഹത്തിന്റെ തോട്ടിയുടെ മകൻ എന്ന കൃതിയാണ് തോട്ടിപ്പണിക്കാരുടെ ജീവിതം പശ്ചാത്തലമാക്കി നോവൽ എഴുതിയിരിക്കുന്നത്. ചെമ്മീൻ, തോട്ടിയുടെ മകൻ എന്നീ നോവലുകൾ ലോക പ്രശസ്തമാണ്. ചെമ്മീൻ എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം തകഴി ശിവശങ്കര പിള്ള. എട്ടാമത്തെ ചോദ്യം, കുട്ടികളുടെ പ്രിയപ്പെട്ട മാസികയായ ബാലരമയുടെ പ്രസാധകർ ആരാണ്? ഉത്തരം മനോരമ ഗ്രൂപ്പാണ്. MA പബ്ലിക്കേഷൻസ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കുട്ടികളുടെ മാസികകളിൽ ഒന്നാണ് ബാലരമ. മായാവി, ലുട്ടാപ്പി തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇതിലൂടെയാണ് പ്രശസ്തമായത്. അപ്പോൾ ബാലരമ എന്നത് മനോരമ ഗ്രൂപ്പിൻ്റെതാണെന്ന് ഓർത്തിരിക്കുക. വീഡിയോയിലെ 9ാമത്തെ ചോദ്യം, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിതം പശ്ചാത്തലമാക്കി അഗ്നി എന്ന നോവൽ രചിച്ച മലയാളി എഴുത്തുകാരൻ ആരാണ്? ഉത്തരം UA ഖാദർ. അതായത് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിതം പശ്ചാത്തലമാക്കി അദ്ദേഹം എഴുതിയ നോവലിന്റെ പേരാണ് അഗ്നി. എഴുതിയതാരാണ്? UA ഖാദർ. ഈ ചോദ്യം തിരിച്ചു ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അതായത് UA ഖാദർ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ജീവിതം പശ്ചാത്തലമാക്കി എഴുതിയ നോവൽ ഏത്? ഇങ്ങനെ ചോദിക്കാനും സാധ്യതയുണ്ട്. ഉത്തരം എന്താണ്? അഗ്നി. അപ്പൊ നോവലും അത് എഴുതിയ ആളെയും പറ്റി പഠിക്കുക. ആരാണ് UA ഖാദർ? തനത് പ്രാദേശിക ഭാഷാ ശൈലിയിലൂടെ മലയാള സാഹിത്യത്തിൽ തൻ്റെതായ ഇടം കണ്ടെത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം. എന്താണ് പേര്? UA ഖാദർ. ലക്ഷദ്വീപ് ജനങ്ങളുടെ ജീവിതം പശ്ചാത്തലമാക്കി എഴുതിയ നോവലിന്റെ പേര് അഗ്നി. 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരു ദേശത്തിന്റെ കഥ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ഒരു ദേശത്തിന്റെ കഥ എന്ന നോവൽ രചിച്ചിരിക്കുന്നത് SK പൊറ്റക്കാടാണ്. ഈ ഒരു SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവൽ ഏത് ഗ്രാമ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം അതിരാണിപ്പാടമാണ്. കോഴിക്കോട്ടെ അതിരാണിപ്പാടം എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. 1980 ഇതിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒരു ദേശത്തിന്റെ കഥയ്ക്ക് ഏത് വർഷമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തരം 1980. അതായത് 6 മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതിൽ 3ാമത്തെ ആളെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ പഠിച്ചു G ശങ്കരക്കുറുപ്പ്, രണ്ടാമത് നമ്മൾ പഠിച്ച വ്യക്തി മാധവിക്കുട്ടി, 3ാമത്തത് ഇപ്പോൾ പറയുന്നു SK പൊറ്റക്കാട്. 11ാമത്തെ ചോദ്യം, കവിതയിലെ വരികൾക്കിടയിലൂടെ വിപ്ലവം നയിച്ച കണ്ണീരും കനലും എഴുതിയ കവി ആരാണ്? ഉത്തരം പുതുശ്ശേരി രാമചന്ദ്രൻ. കണ്ണീരും കനലും ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം. ഉത്തരം പുതുശ്ശേരി രാമചന്ദ്രനാണ്. മലയാളത്തിലെ പ്രശസ്തനായ വിപ്ലവ കവിയും അതേപോലെ തന്നെ ഭാഷാ ഗവേഷകനുമായിരുന്നു അദ്ദേഹം. വള്ളത്തോൾ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? ഉത്തരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. 1989 കോട്ടയം ഈ നേട്ടം കൈവരിച്ചത്. അക്ഷരനഗരി, അതുപോലെ തന്നെ ചുവർ ചിത്രങ്ങളുടെ നഗരം എന്നൊക്കെ കോട്ടയം അറിയപ്പെടുന്നുണ്ട്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത യാത്രാ വിവരണം ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത യാത്രാ വിവരണം എന്നറിയപ്പെടുന്നത് വർത്തമാന പുസ്തകം എന്ന കൃതിയാണ്. പാറേമാക്കൽ തോമാ കത്തനാർ 18ാം നൂറ്റാണ്ടിൽ എഴുതിയതാണിത്. റോമിലേക്കുള്ള തൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ആരാണിത് എഴുതിയിരിക്കുന്നത്? പാറേമാക്കൽ തോമാ കത്തനാർ 18ാം നൂറ്റാണ്ടിൽ രചിച്ചതാണ്. കൃതിയുടെ പേര് വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത യാത്രാ വിവരണമാണിത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. ഇതുവരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിൽ പറയാം. PDFും കൂടി നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. 14ാമത്തെ ചോദ്യം, ഹെർമൻ ഗുണ്ടർട്ട് മലയാള ഭാഷയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്നറിയപ്പെടുന്നത് ഏതാണ്?
വളരെ പ്രശസ്തമായ പ്രധാനപ്പെട്ടതുമായ ചോദ്യമാണിത്. ഹെർമൻ ഗുണ്ടർട്ട് മലയാള ഭാഷയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, അതായത് ഡിക്ഷണറി ആണ്. 1872 ഈ ഒരു നിഘണ്ടു പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആരാണിത് തയ്യാറാക്കിയത്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു പുറത്തിറങ്ങിയ വർഷം 1872. ഈ ഒരു ഡിക്ഷണറി മലയാള ഭാഷാ പഠനത്തിൽ വലിയൊരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചത്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാൽ ഉടൻ ബോണസ് ചോദ്യമാണ്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ കെ.എം. പണിക്കർ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ പഴശ്ശിരാജയുടെ ജീവിതത്തെയും പോരാട്ടങ്ങളെയും ആസ്പദമാക്കി 1941 സർദാർ കെ.എം. പണിക്കർ ഈ ഒരു പ്രശസ്തമായ നോവൽ എഴുതുന്നത്. ഏത് വർഷമാണ്? 1941. നോവലിന്റെ പേരെന്താണ്? കേരള സിംഹം. രചിച്ചയാളുടെ പേര് സർദാർ കെ.എം. പണിക്കർ. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ബോണസ് ചോദ്യം എന്ന് നോക്കാം. പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? വളരെ സിമ്പിളായ ചോദ്യമാണിത്. നമ്മുടെ ഒന്നാമത്തെ വീഡിയോയിൽ ഈ ഒരു ചോദ്യത്തെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെ? ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. മലയാളം അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം അക്ഷരങ്ങൾ ആദ്യമായി അച്ചടിച്ചു വന്ന പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ആരൊക്കെയാണ് ശരി ഉത്തരം കമന്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് ആദി, റഫീഖ്, നീരവ് വിനോദ്, അൻഷ ഫാത്തിമ KP, നീരജ, അലക, മുഹമ്മദ് സിനാൻ, ഇഷാൻ സുരേഷ്, ദേവപ്രിയ, അതുപോലെ ശ്രവ്യമായി R, സാവിയോ മൈക്കൽ. അതോടൊപ്പം തന്നെ കുറേ പേർക്ക് പരിസ്ഥിതി ദിന ക്വിസിൽ നമ്മുടെ വീഡിയോസ് കണ്ട് ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയതും അതുപോലെ തന്നെ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ ഈ ഒരു വായനാ ദിനത്തിലും നമുക്ക് ആദ്യം 1ാം സ്ഥാനം നേടേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസും കാണുക, എല്ലാ ചോദ്യങ്ങളും പഠിക്കുക. അതുപോലെ PDF ഗ്രൂപ്പിൽ ഇടാമോ എന്ന് ചോദിച്ച ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. PDFകൾ നമ്മൾ ഓരോ ദിവസവും കൃത്യമായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസും ഇപ്പോൾ തന്നെ പഠിക്കുക. അതിൻ്റെ ബാക്കി കാര്യങ്ങളും PDF നമ്മൾ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അവസാനമായൊരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ മറ്റ് 2 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നമ്മുടെ മറ്റ് 2 വീഡിയോസ് കൂടി കാണുക. നമ്മുടെ ആദ്യത്തെ വീഡിയോസിലാണ് ബേസിക്കായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കൂടി കാണുക. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.